അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്നയിലെ രണ്ടാമത്തെ നാമം അർ റഹ്മാൻ എന്നാണ്. ഇതിന് വലിയ അർത്ഥവ്യാപ്തിയാണുള്ളത്. അള്ളാഹുവിന് വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യവിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ദൈവത്തെ എതിർക്കുന്നവനെന്നോ വേർതിരിവില്ലാതെ എല്ലാ വസ്തുക്കൾക്കും കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു. ആ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും മാന്യമായി ഭൂമിയിലൂടെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസരോചിതമായ മഴ, കാറ്റ്, ചൂട്, തണുപ്പ് എന്നുവേണ്ട സകല വസ്തുക്കളുടെയും പ്രവർത്തനങ്ങൾ അവൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാം ചൊല്ലുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ 3 നാമങ്ങളെ പ്രതിപാദിക്കുന്നത് കൊണ്ട് സവിശേഷതകൾ വളരെയേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി വഹു അബ്തർ. ബിസ്മി കൊണ്ട് ആരംഭിക്കപ്പെടാത്ത എല്ലാ കാര്യങ്ങളും ബർക്കത്ത് നഷ്ടപ്പെട്ടതാകുന്നു. നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കാൻ ശ്രമിക്കുക, എങ്കിൽ ഫലം സുനിശ്ചിതമാണ്. ബിസ്മി വർദ്ധിപ്പിക്കുന്നത് നന്മയെ വലിച്ചു കൊണ്ടുവരാനും ഷർറിനെ തടയാനും കാരണമാകുന്നു. മാത്രവുമല്ല, 19 ഹർഫുകളുള്ള ഈ ആയത്ത് 19 ജബാനിയായ മലക്കുകളുടെ സംരക്ഷണത്തിനുള്ള നരകീയ അഗ്നികുണ്ഡാരത്തെ തൊട്ട് കാക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ 21 തവണ ഈ ആയത്ത് ഓതിയാൽ ശൈത്താന്റെ ഷർറിൽ നിന്ന് നിർഭയനാകുകയും മോഷണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. റഹ്മാൻ എന്ന ഈ ഇസ്മടങ്ങിയ ആയത്ത് ആയതുകൊണ്ട് 1-2 കാര്യങ്ങൾ സന്ദർഭോചിതമായി സൂചിപ്പിച്ചതാണ്. ഖുർആനിൽ 44 പ്രാവശ്യം ഈ ഇസ്മിനെ പറയപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നു. ഈ ഇസ്മിൻ്റെ പേരിൽ ഒരു സൂക്തം തന്നെയുണ്ട്. അത് ഖുർആൻ്റെ അറൂസ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ നമസ്കാരങ്ങൾക്കുടനെ 100 പ്രാവശ്യം ഈ ഇസ്മ് ചൊല്ലുകയാണെങ്കിൽ അവനെ തൊട്ട് മറവിയും അശ്രദ്ധയും ഹൃദയകാഠിന്യതയും നീങ്ങിപ്പോവുകയും ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ അവനെ സഹായിക്കപ്പെടുകയും ചെയ്യുന്നു. വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിച്ചാൽ പനി, ചൂട് പോലുള്ളത വിട്ടുമാറുന്നതായി കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.